ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാത്രം കഴുകുക കേട്ടോ. രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി, അതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് കൈയോടുകൂടി ആ പാത്രം അങ്ങോട്ട് തേച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചത്തേക്കുള്ള ഉണ്ടാക്കണം, വരാൻ പോണേയുള്ളൂ. ഉച്ചയ്ക്ക് ഇന്ന് എന്താ അറിയുമോ ഉണ്ടാക്കാൻ പോണത്? ഞാൻ കുമ്പളങ്ങ കൊണ്ട് ഒരു രസവാങ്കി ഉണ്ടാക്കാൻ പോവാം. രസവാങ്കി എന്ന് പറഞ്ഞാൽ അറിയാം, ഇതിന് മുമ്പ് അത് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സാമ്പാറിൻ്റെയൊക്കെ പോലെ തന്നെയെന്നേ, അതിൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ വല്യച്ഛൻ്റെ മോനോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ തേങ്ങ വറുത്തരച്ച് ചേർക്കും, പിന്നെ കുറച്ച് കടുക് വറുക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചേർക്കും. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അപ്പോൾ പാത്രമൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ രസവാങ്കി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. ഒരു 1/4 കിലോ കുമ്പളങ്ങ കേട്ടോ എടുത്തേക്കണത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം തന്നെ ഇത് വേവിക്കാൻ വെക്കാം. ഇനി വറുക്കാനായിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഒരു 1.5 സ്പൂണോളം മല്ലി, കുറച്ച് കുരുമുളക്, പിന്നെ വറ്റൽമുളക്, ഇത് നന്നായിട്ട് കളറൊക്കെ മാറുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ കുറച്ച് നാളികേരം കൂടി ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ആ ചട്ടിയിൽ ചൂടുണ്ടാവുമല്ലോ, അത് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കഷ്ണം ഏകദേശം വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്നും കൂടി തിളയ്ക്കട്ടെ. അപ്പോഴേക്കും വറുത്ത് വെച്ചത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, അത് അരച്ചെടുക്കാം. ഇനി പുളിവെള്ളം ഒഴിച്ച് കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ആ പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം കുമ്പളങ്ങയല്ലേ, കുറച്ച് വെള്ളവും മയമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നാളികേരം ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കടുകും വറ്റൽമുളകും പിന്നെ കുറച്ച് നാളികേരവും കൂടി വറുത്ത് അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ രസവാങ്കി, കുമ്പളങ്ങ കൊണ്ടുള്ള രസവാങ്കി റെഡിയായി കഴിഞ്ഞു. സത്യത്തിൽ രസവാങ്കി എന്ന് പറഞ്ഞാൽ, രസം എന്ന് പറയുമ്പോൾ ഒരു ഗ്രേവി ആട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നെ വാങ്കി എന്ന് പറയുന്നത് കത്തിരിക്കയാണ്. സാധാരണ രസവാങ്കി എന്ന് പറയുമ്പോൾ കത്തിരിക്ക ഒരു ചാറുകറി, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സാമ്പാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉലുവ ചേർക്കും, കായം ചേർക്കും, അതൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ കടുകും കൂടി വറുത്ത് ചേർത്ത് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതുപോലെ വെച്ചിട്ട് 10 മിനിറ്റ് വരെ അടച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ കഴിച്ചു തുടങ്ങാം അല്ലേ.